കൃപാസനത്തിൽ എൻ്റെ മക്കൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സങ്കല്പമായിട്ട് ഇവിടെ ചെയ്തിരിക്കണമല്ല. ജീവിക്കണ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇല്ലേ? എന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, സത്യദൈവവുമായി വ്യക്തിപരമായി ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഇത് പാലിച്ചു കൊണ്ടുപോകാനുള്ള. അപ്പോൾ ഒരു കാരണവശാലും പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങരുത്. കാര്യം ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി